ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ഈ ഭൂമി ഇത് എന്തൊരു കറക്കമാണ്, മാന്യന്മാർക്ക് നടക്കാൻ പറ്റുന്നില്ലെന്നെ. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? അയ്യോ, ഇവിടെ പറ്റുമോ? ഇവിടെ പറ്റില്ല. എവിടെയെങ്കിലും പോയി വിളിക്കണം. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? എന്തിനാണ് മരത്ത് പോയിട്ട് പിടിച്ചേക്കണേ? ഞാൻ ഈ മരയുടെ പ്രേമത്തിലടാ. അടുത്ത പാരാവധി കല്യാണം. അമ്മാമനെ കുട്ടിയോട് പോരടാ. ഞാനിപ്പോ 150 വിടാറുള്ളൂ. ആ സൂചിയില്ലേ, സൂചി അതിങ്ങനെ 98-99 കയറിട്ടുണ്ടല്ലോ. 200 കയറുമ്പോ ഒറ്റ പൊട്ടായിരുന്നു. പൊട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് പൊട്ടൂല, എങ്കിലും പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയും നല്ല വൃത്തിയായിട്ട് പൊട്ടുന്നു നമ്മൾ വിചാരിച്ചില്ല. ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ, നല്ല കളർഫുൾ ആയിട്ടില്ലേ. ഇതിപ്പോ വാഹനമാകുമ്പോ അങ്ങോട്ട് കൊണ്ട് തട്ടുമുട്ടൊക്കെ ചെയ്യും. അതിനിപ്പോ നിങ്ങൾ ചൂടായിട്ട് കാര്യം. അയ്യോ, നിന്റെ തലാര എവിടെ കൊണ്ടു വെച്ചേ? തല മാത്രമല്ലടാ, ഉടലുണ്ട് താഴെ. നിന്റെ കൊടലെടുക്കും. നീ ആരോട് വെച്ചിട്ട് വീടിനകത്ത്? അല്ല പിന്നെ വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ കളിക്കാൻ നീ എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി ഞാൻ അവിടെ ചോരാൻ നിറകണ്ടിട്ടേ വരുള്ളൂ. അടിക്കണം. ഇവിടെ ഭയങ്കര പൊന്നീറ്റർ ശല്യം. ഞാൻ പോട്ടെ. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അവനെന്നെ ശരിക്കും അറിയില്ല. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. ഇയാള് പോയില്ലേ? അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. നീ അവനെ കൊണ്ടുപോയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ. വെറുതെ ചിരിപ്പിക്കരുത്. എവിടെ ഇത് വന്നിറങ്ങിയേ? ശുക്രനിലോ? പേടിച്ചു പോയോ? ഇതിവിടെ എത്തിയോ? ഞാനും നടത്തണ്ടേ? എന്റെ പോട്ട് അവലേശാണോ? പറയണ്ടേ, ഞാനത് ഇവിടെ എവിടെയത് എന്താ തപ്പന്നെ? എടാ, മികച്ച നടനുള്ള അവാർഡ്. അയ്യോ, അതൊന്നും വേണ്ട. എണീച്ച് പോടാ, എണീച്ച്. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ, അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. മാന്യന്മാരെ പറ്റിക്കരുത്. ഒരെണ്ണം, ഒരെണ്ണമല്ല 2 എനിക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. ഇപ്പൊ എന്തു സുഖം. ശരണം വിളിച്ച മര്യാദ. ഹലോ, എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. ഞങ്ങള് പഴയ ഫ്രണ്ട്സാ. ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ. അതെ, എന്നെ എവിടേക്ക് കൊണ്ടോണേ? അടുപ്പിന്റെ വള്ളി വെക്കാൻ. എന്താ എന്റെ ഉദ്ദേശം? നോ റീസൺ. നന്നായിട്ടുണ്ട്. ഈ കോപ്പറേം കാണിക്കാനോടോ താൻ എന്നെ വിളിച്ചു നിർത്തിയത്? ബാക്കിയുള്ളവനോട് തീയുണ്ട വിഴുങ്ങി നിൽക്കുമ്പോൾ അവന്റെ ഒടുക്കത്തൊരു ഡാൻസ്. എന്താ ഉണ്ടാക്കരുത് തുള്ളരുത്. എന്റെ കാലുമേൽ ആണി കയറിയ ആരായി പുതിയ അവതാരം? ഇത് ഡബിൾ റോളാ. ഡബിള്. എടാ, ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇയാൾ എന്തായി കാണിക്കുന്നത്? ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. എത്ര ഇടി വെട്ടണം, അതിലൊരെണ്ണം. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അവസാന നിമിഷം വരെ അവൻ കരുതും ഞാൻ വെട്ടിക്കുമെന്ന്. ഇല്ലാന്ന് മനസ്സിലാവുമ്പോ അവൻ വെട്ടിക്കും. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ചിലപ്പോ അഡ്മിറ്റ് ആവേണ്ടി വരും. അത് നിനക്കെന്നാ പറ്റിയ? പട്ടി നിക്കണ അയാള് കണ്ടാ കണ്ടാ? പടയ്ക്കുന്ന മീനോ? എങ്ങനെയുണ്ട് ഞാൻ വെച്ച കെണി? പരമച്ചറ്റ നാറി, എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. Enemies ahead. Enemies ahead. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്.
നടക്കുന്നതിനിടയിൽ പൊട്ടിത്തെറിണ്ടായാൽ ഒരു വലിയ ശബ്ദം കേട്ടു. എന്നാ നമുക്ക് എഴഞ്ഞു നീങ്ങാം. ആരോ വരുന്നുണ്ട്. ആ ഹെൽമെറ്റ് ടൂറിന്റെ വല്ല കാര്യമുണ്ടോ? അപ്പൊ ഹെൽമെറ്റ് വെക്കണ തല്ലുകൊള്ളാതിരിക്കാനാണല്ലേ? വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നത് കരുതിയാൽ മതി. നിങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട് ഞാനൊരു എടുത്താട്ടക്കാരനും പക്വതയില്ലാത്തവനുമാണെന്ന്. എന്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഇനി നിങ്ങൾ കാണാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കളേ. ഹലോ മിസ്റ്റർ പെരേര. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ലല്ലോ. വന്നേക്കണേടാ പൊന്നുമോനെ. ഇനി നമ്മൾ എന്താ ചെയ്യ? നമ്മുടെ കണ്ണുകളിൽ തീഷ്ണത വരുത്ത്. തീഷ്ണത ഇമ വെട്ടാതെ നോക്കിക്കോ. നോക്കിയോ അനങ്ങരുത്. ഞാൻ പോരാവേ. ഞാൻ പോകുന്നു. ബൈ ബൈ. ഇത് താഴേക്ക് എത്തുന്നില്ലല്ലോ. ഒരുപാട് താഴ്ച ഉണ്ടോടാ. ഈ ചെങ്ങായാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി വരും. എന്തിനാണാവോ കയറി വരുന്നത്? അല്ല ഇവന് ഇത്ര പേർക്ക് പേടിക്കാൻ ഇവന് മാത്രം എന്താ പേടിച്ചോ? എന്താണ് ബ്രോ മോഡേണോ? നീ എന്താ ആളെ പേടിപ്പിക്കുക? പാടാ ചള്ളിയേക്കാ. നെക്സ്റ്റ് പേഷ്യന്റ്. നീ ജെയിംസ് ബോണ്ട് ക്ലിയർ. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. എന്റെ അടുത്താ നിന്റെ അഭ്യാസം അല്ലേ? പ്രിയ സഖി ഗംഗേ പയറു പറയൂ. ഓഹോ, ഇങ്ങനെ ഒരു സംഗതി ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു. ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. നീ എന്തിനാ അയാളോട് ദേഷ്യം പറഞ്ഞു? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. അപ്പൊ പോവാല്ലേ? അയ്യോ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവേല ഇറക്കാം. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ഇവ മുകളിലേക്ക് പോകും. ഈശ്വര, നീ മരിച്ചില്ലേ? ഇല്ലെന്നേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് നിന്റെ പുനർജന്മമാടാ. എന്താ സാർ കൂടുതൽ നന്നായി പോയി. ഒറ്റ കീറ് വെച്ചതാണല്ലോ. ഒന്ന് ഷോക്കായി ഇല്ലടാ. ഷോക്കോ? ഞാനങ്ങനെ ഇല്ലാണ്ടായി പോയി. സംശയമൊന്നുമില്ലല്ലേ? വെറുതെ വേലിക്കുന്ന സ്നേഹിനെടുത്ത് VIP ഷെഡിയിൽ വെച്ച പോലെ നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. ആരും അറിയില്ല മല്ലയ്യ. മടമടാന്ന് കുടിക്കുന്ന കണ്ടില്ലേ? എനിക്കും കൊതിയാവുന്നു. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഒരു സുഖം, ഒരു മനസുഖം. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. അയ്യോ എന്റെ കാഴ്ച പോയി. നേരത്തെ ഞാൻ വെറുതെ പറഞ്ഞാടാ മൈൻഡ് ചെയ്യണ്ടെന്ന്. ഇടപെടടാ. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഇപ്പൊ ഈശു പൂശോടാ. എങ്ങനെ ഇരിക്കണം? നിനക്കൊന്നും പറ്റിയില്ലേ? ഇല്ല, ഇന്നത്തേക്ക് വേണ്ടാന്ന് വെച്ചു. ആര്, നീയോ? അല്ല, അവൻ. അവനെങ്ങനെ രക്ഷപ്പെട്ടുകൂടാ? ആ കാര്യം ഞാൻ എത്തി. എനിക്കണ്ടോ? എന്തൊക്കെ മേളായിരുന്നു. എനിക്ക് അപ്പോഴേ തോന്നി. இந்த மாதிரி நேரத்துல வீரங்கள் அடிக்கடி சொல்ற வார்த்தை என்ன தெரியுமா? എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.